ഇതൊരു സാധാരണ ദിക്റല്ല കേട്ടോ. ഇത് സാധാരണ രീതിയിൽ പഠിക്കേണ്ട ഒരു ദിക്റുമല്ല. ഇതൊരു അത്ഭുത ദിക്റാണ്. ഇത് നമ്മളീ പറയുന്നത് പോലെ ചൊല്ലിയുണ്ടല്ലോ, നിങ്ങൾക്ക് കിട്ടുന്നൊരു പവറുണ്ട്. അതൊരു വമ്പൻ പവറാണ്. ആ സംഗതി കയ്യിൽ കിട്ടിയാൽ പടച്ചോൻ കൂടെ വരും. എല്ലാ മേഖലയിലും പടച്ചോനെ കൽബിൻ്റെ കണ്ണുകൊണ്ട് കാണാൻ നിങ്ങൾക്ക് പറ്റും. ലൈഫ് മാറൂട്ടോ. ഇത് കേൾക്കാതെ പോയ നഷ്ടമാണ്. ഇത് മുഴുവനായി കേട്ട് ലൈഫിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കിയാൽ നിങ്ങളെപ്പോലെ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളും ലോകത്ത് വേറെ ഉണ്ടാവില്ല. 100% ഉറപ്പാണ്. ഇത് മുഴുവൻ കേട്ടിട്ട് നിങ്ങൾക്കിതിൽ ഈ ദിക്ർ കൊണ്ട് നിങ്ങൾക്ക് ഗുണമുണ്ടാവില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന പൈസ ഞാൻ തരും. ഇത് വെറുതെ പറയല്ല, ഇത് ഖുർആനികമായ ദിക്റാണ്. മുത്ത് നബിയുടെ ദിക്റാണ്, അമ്പിയാക്കരുടെ ദിക്റാണ്, ഔലിയാക്കരുടെ ദിക്റാണ്, അള്ളാഹുവിലേക്കടുത്ത ആരെല്ലാം ഉണ്ടോ അവരുടെ ഒക്കെ ദിക്റാണ്. അത്ഭുതമാണിത്. വെറുതെ ചൊല്ലിയാൽ പോരാ, ഇന്ന് നമ്മൾ പറയുന്നത് പോലെ ഒന്ന് ചൊല്ലണം. 11,000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക. നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും നിർബന്ധമായിട്ടും എത്തിച്ചു കൊടുക്കണം കേട്ടോ. ഒരാളെങ്കിലും നന്നായാൽ അതിൻ്റെ ഫലം നമുക്ക് ആസ്വദിക്കാമല്ലോ. അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബറക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് റബ്ബുൽ ആലമീനായ തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും ഹാപ്പി ആയിരിക്കണം. ഇന്ന് നമ്മൾ കൽബിൻ്റെ കണ്ണുകൊണ്ട് പടച്ചോനെ പ്രണയിച്ചിട്ടൊരു ദിക്റെല്ലാം പോവാണ്. വെറുതെ ഒന്നുമല്ല, പ്രണയിച്ചുകൊണ്ട് തന്നെ ചൊല്ലണം. എന്നാലേ ആ ദിക്ർ ഫലം ചെയ്യുള്ളൂ. നമ്മളീ പറയുന്ന ബോധ്യത്തിൽ നിന്ന് കൊടുത്താൽ മതി, പടച്ചോ നിങ്ങളുടെ കൂടെ വരും. നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ അള്ളാഹ് തീർത്ത് തരും. ആദ്യം ഒരു കാര്യം പറയുകയാണ്. റജബിൽ നമ്മൾ 2 ചാരിറ്റി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് 2 കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഒരു പാവപ്പെട്ടൊരു പെൺകുട്ടിയുടെ വിവാഹം, അതോടൊപ്പം ഒരു ഉസ്താദിൻ്റെ കടബാധ്യത. ഇത് രണ്ടും നമ്മൾ കഴിയുന്നവരൊക്കെ അതിലേക്ക് ഹദിയ ചെയ്യുക. നമ്മുടെ റിലീഫ് പദ്ധതിയുടെ നമ്പർ ഇവിടെ ഉണ്ട്. അപ്പോൾ കഴിയുന്നവരൊക്കെ കഴിയുന്നത് പോലെ നല്ലൊരു ഹദിയ തന്നെ അതിലേക്ക് ചെയ്യുക. പ്രത്യേകിച്ച് റജബാണ്, തിങ്കളാഴ്ച രാവാണ് വരുന്നത്. അത് ഏറ്റെടുത്താൽ അള്ളാഹുവിൻ്റെ മാസത്തെ പരിഗണിച്ചതിൻ്റെ ഫലമെന്നോണം അള്ളാഹു എത്രയും നമുക്ക് തരുമല്ലോ. കൈയഴിഞ്ഞ് തരാൻ കഴിയുന്നവനല്ലേ നമ്മുടെ റബ്ബ്. ആ റബ്ബ് നമ്മളെ കൈവിടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് അള്ളാനെ അറിയുന്ന, അള്ളാനെ പ്രണയിച്ചുകൊണ്ട് ചൊല്ലേണ്ട ദിക്ർ ഏതാണെന്ന് തിരിച്ചറിയുന്ന ആ ക്ലാസ്സിലേക്ക് കടക്കാം. അന്വർത്ഥമാക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. നമുക്കും ഇങ്ങനെയുള്ള ടെൻഷനുകളൊക്കെ ഉണ്ടാവും അല്ലേ? സാമ്പത്തിക വിഷയം, മക്കളെ കെട്ടിക്കേണ്ട വിഷയം, വിവാഹ പ്രശ്നങ്ങൾ, രോഗം വരും. ഇങ്ങനെയൊക്കെ വരുമ്പോൾ മുഅ്മിനാണോ അവൻ ഏത് ബോധ്യത്തിലായിരിക്കും? ഇന്നമായി റബ്ബി, എൻ്റെ കൂടെ ആരുണ്ട്? ഞാൻ അനാഥനല്ല, സനാഥനാണെന്നുള്ള ബോധ്യം അവനിലുണ്ടാവും. ഇനി നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചതിൻ്റെ ഒരു മറുവശമുണ്ട്. ഈ ബോധം കൈവിട്ടു പോയാൽ എന്ത് സംഭവിക്കും? ഈ ബോധം കൈവിട്ടു പോണത് എന്താ? എങ്ങനെയാ? എൻ്റെ കയ്യിൽ പൈസ ഉണ്ട്, കാര്യം നടക്കും. എൻ്റെ കയ്യിൽ എന്തുണ്ട്? പൈസ ഉണ്ട്, കാര്യം നടന്നോളും. അല്ലെങ്കിൽ എൻ്റെ കൂടെ 4 ആൾക്കാരുണ്ട്, എൻ്റെ കൂടെ പാർട്ടിക്കാരുണ്ട്, വിഷയം നടക്കും. എൻ്റെ കൂടെ ആരുണ്ട്? ഞാൻ വയസ്സായാലേ ഞാൻ കഷ്ടപ്പെട്ട് വളർത്തുന്ന എൻ്റെ പിള്ളേരുണ്ട്, അവരെന്നെ നോക്കിക്കോളൂ. ഇതിൽ അല്ലാഹ് എവിടെ? ഇതിൽ ഹസ്ബി അല്ലാഹ് എവിടെ? ഇതിൽ തവക്കുൽ എവിടെ? ഇതിൽ ഇന്നമഈ റബ്ബി എവിടെ? യഥാർത്ഥത്തിൽ ഇതാണ് ശിർക്ക് എന്ന് പറയുന്നത്. ഇതാണ്, നിങ്ങൾക്ക് മനസ്സിലായില്ല? നമ്മൾ 2 തരം ശിർക്കിനെ കുറിച്ച് പറഞ്ഞിരുന്നു അല്ലേ? ഒന്ന് ബിംബാരാധനയാണ്, മറ്റൊന്ന് വിഗ്രഹ ആരാധനയാണ്. ഒരു മുസ്ലിമും ബിംബത്തെ ആരാധിക്കോ? കാരണം അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹിൽ വിശ്വസിച്ചവനാണ്. ബിംബാരാധന നടത്തൂല. പക്ഷേ ബഹുഭൂരിഭാഗം മുസ്ലിങ്ങളും വിഗ്രഹാരാധകരാണ്. ആരാണ്? അല്ലേ? എന്താ കാരണം? മോളുടെ കല്യാണമാണ്, 2 മാസം കഴിയുമ്പോഴത്തേക്കും എടാ കല്യാണമൊക്കെ ഇടുമ്പോ കച്ചവടമൊക്കെ ഉണ്ടല്ലോ, അടിപൊളിയായിക്കോളും. ഇതിൽ അല്ലാഹ് എവിടെയോ? അല്ലാഹ് എവിടെ? ഇവൻ അള്ളാഹുവിന് പകരം അവിടെ കൊണ്ടിട്ട് ആരെ പ്രതിഷ്ഠിച്ചു? കച്ചവടത്തെ പ്രതിഷ്ഠിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഅബ തവാഫ് ചെയ്യുമ്പോഴും ആദ്യകാലത്ത് 300-ൽ പരം വിഗ്രഹങ്ങൾ എവിടെ ഉണ്ടായിരുന്നു? ബിംബങ്ങൾ എവിടെ ഉണ്ടായിരുന്നു? കഅബ. ആദ്യം റസൂലുള്ളാഹി ലാ ഇലാഹ ഇല്ലല്ലാഹയിലൂടെ തകർത്ത് കളഞ്ഞത് മനുഷ്യ മനസ്സിലെ വിഗ്രഹങ്ങളെയാണ്. മക്കം ഫത്ഹ് കിട്ടിയപ്പോഴാണ് കഅബാലയത്തിനകത്തെ ബിംബങ്ങളെ പൊളിച്ചത്. മനസ്സിലായോ? അപ്പൊ ഈ വിഗ്രഹങ്ങൾ വെച്ചുകൊണ്ട് ജീവിച്ചാൽ നിനക്ക് ടെൻഷനേ ഉണ്ടാവുള്ളൂ.
എന്റെ പിള്ളേരെന്നെ നോക്കിക്കോളും എന്നുള്ള ആ ഒരു നിശ്ചയത്തിൽ നീ നിൽക്കണം. ഇതിൽ അള്ളാഹുമായിട്ട് കണക്ട് ചെയ്യാത്തതാണ് വിഷയം. ഇൻഷാ അല്ലാഹ് എന്റെ റബ്ബുണ്ടല്ലോ, മക്കള് നന്നാവുകയാണെങ്കിൽ നോക്കിക്കോളും. ആരുണ്ട്? ആദ്യം ആരുണ്ടാവണം? അല്ല ഉണ്ടാകണം. അങ്ങനെ അല്ലാതെ വന്നാൽ അള്ളാഹ് ഒരടി തരും. അതാരാണെന്ന് നോക്കൂല, അള്ളാഹ് അടിക്കും. അമ്പിയാക്കളാണെങ്കിലും കൊടുക്കും. ആരാണെങ്കിലും കൊടുക്കും. അമ്പിയാക്കളാണെങ്കിലും കൊടുക്കും. മഹാനായ നബിയുല്ലാഹി ആദം അലൈഹിസ്സലാം അല്ലേ, ഇതൊരു വൈകാരികമായ ബന്ധമാണ്. ഇത് മനസ്സിലാകണമെങ്കിൽ അള്ളാഹിനോടൊരു ഇഷ്ടമൊക്കെ ഉണ്ടാകണം. കേവലം എന്നെ പടച്ച റബ്ബ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മളൊരു വൈകാരികമായൊരു ബന്ധം അള്ളാഹുമായിട്ടില്ലാതെ ഒരു പടച്ചോൻ നമ്മളൊരു അടിമ, അങ്ങനെ ആ ഒരു കോൺസെപ്റ്റിൽ ജീവിച്ചാൽ ഇതൊന്നും കിട്ടൂല. ഇതൊരു വൈകാരികതയാണ്. എനിക്കെന്റെ കെട്ടിയോനുണ്ട് എന്ന് ഉറച്ചു പറയുന്ന ഒരു ഭാര്യ, അവൾക്ക് എന്നും ആരുണ്ടാവും? ആ ബോധ്യത്തിൽ നിൽക്കുന്നവൾക്ക് എന്നും ആരുണ്ടാവും? കെട്ടിയോനുണ്ടാവും. അവൻ ആഗ്രഹിക്കുന്നുണ്ടോ അവൾ ആ ബോധ്യത്തിൽ നിന്ന് മാറിപ്പോണോന്ന്? ഇല്ല. ഉണ്ടോ അവക്കങ്ങനെ? അവനങ്ങനെ ഒരു ചിന്ത ഉണ്ടോ? അവക്കെന്നും ഞാനേ ഉണ്ടാകാൻ പാടുള്ളൂ എന്നുള്ള ബോധ്യമായിരിക്കും ആർക്കുണ്ടാവുക. അവൻ ഇഷ്ടല്ലാത്ത വഴിയിലൂടെ അപ്പോൾ നടക്കുവോ? ഇപ്പൊ അവൻ പറഞ്ഞു, എടി നീ ഇന്നാലിന്ന ആളെ വിളിക്കരുത്, കുടുംബാണ് ശരി, ഇന്നാലിന്ന ആളെ വിളിക്കരുത് എന്ന് കെട്ടിയോൻ പറഞ്ഞു. സംഗതി ഇവളെന്ത് മനസ്സിലാക്കി? കുടുംബം എന്താ ചേർക്കലല്ലേ, ഞാനൊന്ന് വിളിക്കാം. ഇവള് വിളിച്ചു. സംഗതി നമുക്കിപ്പോ പ്രത്യക്ഷത്തിൽ തെറ്റായിട്ടൊക്കെ പറയാൻ പറ്റുമോ? പക്ഷെ ആർക്കും ഇഷ്ടപ്പെട്ടില്ല. അവിടെ ഇന്നമായി കെട്ടിയോൻ പോയി, എൻ്റെ കൂടെ കണ്ട് എന്നുള്ള സംഗതി പോയില്ലേ. ഇങ്ങനെയുള്ള സംഭവങ്ങൾ പിന്നെ അവൾക്കൊരു സമാധാനം ഉണ്ടാവില്ല. കാരണം എന്താ? ഞാൻ വിളിക്കണ്ടെന്ന് പറഞ്ഞിട്ട് നീ വിളിച്ചില്ലേ, എനിക്കെന്നെ വിശ്വാസമില്ല, എനിക്കെന്നോട് സ്നേഹമില്ല. ഇതൊരു വൈകാരിക ബന്ധമാണ്. മഹാനായ നബിയുല്ലാഹി ആദം നബിയോട് അല്ലാഹ് പറഞ്ഞെന്താ? ലാ തഖറബാ ഹാദിഹി ശജറ, നിങ്ങൾ രണ്ടുപേരും ഈ വൃക്ഷത്തെ തൊട്ടു പോരുത്, അടുത്തു പോരുത്. ആദം നബിയെ ശൈത്താൻ പ്രേരിപ്പിച്ചു. മറന്നുകൊണ്ടാണെങ്കിൽ തന്നെയും ആദം നബിയും ഹവ്വാ ബീവിയും എന്ത് ചെയ്തു? പഴം ഭക്ഷിച്ചു. അത് കഴിച്ചപ്പോ തന്നെ എന്ത് സംഭവിച്ചു? വയറുവേദന എടുക്കാൻ തുടങ്ങി. ഈ പഴം കഴിച്ചപ്പോ തന്നെ. അതായത് സ്വർഗത്തിൽ ഏത് പഴവും നിങ്ങൾക്ക് കഴിക്കാം, എങ്ങനെ ആസ്വദിക്കാം, പക്ഷെ ഈ ഒരു പഴം തൊട്ടു പോകരുത്. കാരണം എന്താ? അത് കഴിച്ചാൽ പിന്നെ ഇവിടെ നിൽക്കാൻ പറ്റൂല, പുറത്തു കൊണ്ടുവരും. അതാണ് ആ പഴത്തിന്റെ വിഷയം. അള്ളാഹ് പറഞ്ഞു കഴിക്കരുത്. പക്ഷെ തെറ്റ് നമ്മുടെ നോട്ടത്തിലുള്ള തെറ്റല്ല, അമ്പിയാക്കളുമായിട്ടുള്ള ബന്ധപ്പെട്ട സംഗതി. അത് ഞാൻ വിശദീകരിച്ചു തരാം. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മറന്നുകൊണ്ട് പിശാചിന്റെ ഒരു ഇടപെടലിൽ ഹവ്വാ ബീവിയുടെയൊക്കെ നിർബന്ധപ്രകാരം പെട്ടുപോയി ആ പഴം ഭക്ഷിച്ചു. ഉടൻ തന്നെ വയറുവേദന എടുക്കാൻ തുടങ്ങി. വയറുവേദന എടുത്ത് എവിടെ പോകണം? ബാത്റൂം പോകണം, വേണ്ടേ? ഫജഅല യദൂറു ഫിൽ ജന്ന, ആദം നബി ഇങ്ങനെ സ്വർഗത്തിൽ കിടന്ന് ഓടുകയാണ്. എവിടെ ഇപ്പൊ ഒന്ന് കാര്യം സാധിക്കാം? ആദ്യമായിട്ടാണ് വയറുവേദന വന്നത്. എന്ത് ചെയ്യും? ഒരു പിടുത്തമില്ല, സ്വർഗത്തിൽ കിടന്ന് ഓടുക. ഫഅർസലല്ലാഹു ഇലൈഹി മലക്കൻ യുഖാതിബുഹു, അല്ലാഹു ആദം നബിയിലേക്ക് ഒരു മലക്കിനെ പറഞ്ഞയച്ചു. എന്നിട്ട് ചോദിച്ചു, എന്താ പറ്റിയത്? ഞാനിങ്ങനെ പഴം കഴിച്ചു പോയി, വയറുവേദന എടുക്കുന്നുണ്ട്, എനിക്ക് ഒന്ന് വിസർജിക്കണം. സ്വർഗം വിസർജിക്കാനുള്ള ഇടല്ല, പുറത്തേക്ക് പോകണം. സ്വർഗം എന്തിനുള്ള ഇടല്ല? വിസർജിക്കാനുള്ള ഇടല്ല, പുറത്തേക്ക് പോകണം. ഇന്ന ആദമ ലമ്മ അക്കല മിന ശജറ, ആ പഴം ആദം നബി അലൈഹി സ്വലാം ഭക്ഷിച്ചപ്പോ ആദം നബിയുടെ ഔറത്തം കഴിഞ്ഞുപോയി, ഔറത്ത് വെളിവായി. അല്ലേ? നല്ല സുന്ദരനായ ഔറത്തൊക്കെ മറിച്ച് തന്ന ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ പഴം ഭക്ഷിച്ചതോടുകൂടെ ഔറത്തൊക്കെ വെളിവായി. വനൂദിയ മിൻ ഫൗഖിൽ അർശ്, അർശിനു മുകളിൽ നിന്ന് വിളിക്കപ്പെട്ടു, യാ ആദം ഇഹ്ബിതാ മിൻ ജിവാരി, എന്റെ അയൽപ്പക്കത്ത് നിന്ന് പുറത്തേക്ക് പോകണോട്ടോ, ഇവിടെ നിൽക്കരുത്, എന്റെ അയൽപ്പക്കത്ത് നിന്ന് പുറത്തേക്ക് പോകണം. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫൽതഫത ആദമു ഇലാ ഹവ്വാ ബഖിയ, ഹവ്വാ ബീവിയിലേക്ക് ഇങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ട് നോക്കി നിൽക്കുന്ന നബിയുല്ലാഹി, നമ്മുടെ ഉപ്പയായ സയ്യിദുന ആദം. എന്തേ സംഭവിച്ചത്? ഒരു ഇന്നമായി റബ്ബി മറന്നുപോയി. എന്നോട് കഴിക്കരുതെന്ന് പറഞ്ഞതാരാ? അമ്പിയാക്കളുടെ ഹൃദയത്തിൽ നിന്ന്. നമുക്കിപ്പോ നിർബന്ധപൂർവ്വം ഇങ്ങനെ എപ്പോഴും അള്ളാഹനെ ഓർത്തുകൊണ്ടിരിക്കണം, അങ്ങനെ ഒരു നിബന്ധന നമ്മളോടില്ല. പക്ഷെ അമ്പിയാക്കൾ അങ്ങനെയല്ല. അവർ 24 മണിക്കൂറും സദാസമയവും ആരുടെ ചിന്തയിലായിരിക്കണം? എന്തൊക്കെ എങ്ങനെയൊക്കെ പ്രവർത്തിച്ചാലും കൽബിൽ ആര് മാത്രം? സെക്കൻഡ് ഒന്ന് മാറിപ്പോയി. അത്രമേൽ ആദമിനെ ഇഷ്ടപ്പെടുന്ന അള്ളാഹ്ക്കത് സഹിച്ചോ? ചില പുറത്തേക്ക് പോകണം. ആ നിമിഷം അടി കൊടുത്തു. അതായത് അള്ളാഹുവും അടിമയും തമ്മിലുള്ള ഒരു പ്രണയബന്ധം രൂഢമൂലമായാൽ മാത്രമേ ഇങ്ങനെയുള്ള വിഷയം ഉണ്ടാവുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അങ്ങനെ നമുക്ക് കാണാം, ഇറാഖിന്റെ വടക്ക് ഭാഗത്ത് ടൈഗ്രീസിന്റെ ഓരത്ത് നീനവ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്.
അങ്ങോട്ട് നിയോഗിക്കപ്പെട്ട പ്രവാചകരായിരുന്നു നബിയുല്ലാഹി യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാം. എന്താ യൂനുസ് നബിയുടെ പ്രശ്നം? യൂനുസ് നബി തെറ്റ് ചെയ്തു എന്നൊന്നും നമുക്ക് പറയാൻ പറ്റൂല. യൂനുസ് നബി അലൈഹി സ്വലാം പ്രബോധനം നടത്തിയിട്ടും ഒറ്റ കുഞ്ഞ് ഇസ്ലാമിലേക്ക് വന്നില്ല എന്നേ. ആരെങ്കിലും വിശ്വസിച്ചോ? ഒരാൾ പോലും ആ നാട്ടിൽ ഇസ്ലാമിലേക്ക് വന്നില്ല. അപ്പൊ യൂനുസ് നബി ചിന്തിച്ചൊരു കാര്യമുണ്ട്, ഇതൊരു പാഴ്വേലയാണ്. അതായത് അടിയിൽ മൂടിയില്ലാത്ത ബക്കറ്റിലേക്ക് വെള്ളം ഒഴിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്താ പറയാ? പക്ഷെ അള്ള ഒഴിക്കാൻ പറഞ്ഞ അടിയിൽ ഓട്ട ഉണ്ടായാലും ശരി ഓട്ടയില്ലെങ്കിലും ശരി വെള്ളം ഒഴിച്ചോളാം, നബിയാണെങ്കിൽ. ആര് പറഞ്ഞാല്? പക്ഷെ യൂനുസ് നബി എന്തിച്ചെന്നതാണ്, ഒറ്റ കുഞ്ഞ് ഇസ്ലാമിലേക്ക് വന്നില്ല, ഇനിയിപ്പൊ ഞാനിവിടെ നിന്നിട്ട് എന്തിനാ, നാടുവിടാ. അള്ള പറയുന്നുണ്ട്, ഇന്ന യൂനുസ ലമിനൽ മുർസലീൻ. ഇതൊരു സാധാരണക്കാരൻ കുറ്റം ചെയ്യണത് പോലെ അല്ല കേട്ടോ. സാധാരണക്കാരന്റെ കണ്ണിൽ ഇത് കുറ്റമല്ല. പക്ഷെ ഇത് അമ്പിയാക്കളും അല്ലെങ്കിൽ ഔലിയാക്കളും അള്ളാഹുവും തമ്മിലുള്ള ഒരു ബാന്ധവത്തിന് ഇത് ചെറിയൊരു പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് അള്ള പറയുക, ഇന്ന യൂനുസ ലമിനൽ മുർസലീൻ. യൂനുസ് നബി സാധാരണക്കാരനല്ല കേട്ടോ. നിങ്ങൾ യൂനുസിനെ തെറ്റിദ്ധരിക്കരുതേ. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ ദൂതന്മാരിൽ പെട്ടവരാണെന്ന് അള്ളാഹു റബ്ബുൽ ആലമീൻ. അതുകൊണ്ട് ഒരിക്കലും ചെറുതായി കാണാൻ പാടില്ല. അപ്പൊ നാട്ടുകാരോടുള്ള ഈ ദേഷ്യം മൂലം അള്ളാഹനെ അനുസരിക്കുന്നില്ല എന്ന് കരുതിയിട്ട് ഇറങ്ങിപ്പോയതാണ്. നാട്ടുകാർ ആർക്ക് വഴിപ്പെടുന്നില്ല? ആർക്ക് വഴിപ്പെടുന്നില്ല? ഈ സങ്കടത്തിൽ ഇറങ്ങിപ്പോയതാണ്. പക്ഷെ ആരുടെ അനുവാദം കിട്ടിയില്ല. സംഗതി അള്ളാഹ്ക്ക് വേണ്ടിയാണെങ്കിലും ആരുടെ അനുവാദം കിട്ടിയില്ല. ഇറങ്ങിപ്പോയിട്ട് ഒരു തുറമുഖത്തിൽ നിന്ന് നിറഞ്ഞൊരു കപ്പലിപ്പുണ്ട്. ആ കപ്പലിലേക്ക് കയറുന്ന നബിയുല്ലാഹി യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാം. കപ്പല് നീങ്ങി തുടങ്ങി. കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാല്ലേ, കാറ്റും കോളും, ശക്തമായ കാറ്റും കോളും. കപ്പൽ ഇപ്പം മുങ്ങൂന്നുള്ള ഘട്ടത്തില് ചരക്ക് കൂടുതലാണ്. ഒരു റിപ്പോർട്ട് പ്രകാരം ഏതോ അപശകുനം പിടിച്ചോൻ ഇതിൽ കയറിയിട്ടുണ്ട് എന്നാണ്. അല്ല, മറ്റൊരു റിപ്പോർട്ട് പ്രകാരം കപ്പൽ ഇപ്പൊ മുങ്ങിപ്പോകും, ഭാരം കുറക്കണം. ഭാരം കുറക്കണമെങ്കിൽ നമുക്ക് ഒരുത്തിനെടുത്ത് പുറത്തറിയാം. നറുക്കിട്ടു, ഖുർആൻ പറയാം, നറുക്കിട്ടപ്പോ വീണ പേരാരുടേതാണ്? ഒരു റിപ്പോർട്ട് പ്രകാരം അവരെടുത്ത് വലിച്ചെറിയുന്നതിന് മുൻപേ കടലിലേക്ക് എടുത്ത് ചാടുന്നുണ്ട് നബിയുല്ലാഹി യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാം. ആ കടലിലേക്ക് ചാടിയപ്പോ അല്ലെങ്കിൽ എറിയപ്പെട്ടപ്പോ മത്സ്യം വന്ന് വിഴുങ്ങുന്ന നബിയുല്ലാഹി യൂനുസ് അലൈഹിസ്സലാം. എന്നാലോചിച്ചോക്കെ, മത്സ്യം വന്ന് വിഴുങ്ങ. അപ്പോ അതാണ് ഇരുട്ടിന് മേൽ ഇരുട്ടിലായിരുന്നു എന്നാണ് നബിയുല്ലാഹി യൂനുസ് അലൈഹി സ്വലാം അല്ലേ. കടലിലേക്ക് വലിച്ചെറിയപ്പെട്ടു, കടലിനകത്ത് ഭീമാകാരനായ മത്സ്യവും വിഴുങ്ങി. ആ വിഴുങ്ങുന്ന വിഴുങ്ങലിൽ അവിടെ നിന്ന് എന്താ ചൊല്ലിയത്? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക നീ കുൻതു. നമ്മളിത് എന്തോരം ചൊല്ലിയിട്ടും വല്ല ഫലം കിട്ടിയോ? എന്തേ കിട്ടാത്തത്? ഇത് ബോധ്യമാണ്. ലാ ഇലാഹ, എനിക്ക് വേറൊരു ഇലാഹില്ല, എനിക്ക് ഒരാളുമില്ല. ഇല്ല അൻത, ആരല്ലാതെ? നീയല്ലാതെ. സുബ്ഹാനക്, പടച്ചോനെ നീയാണ് പരിശുദ്ധനല്ല, എനിക്കൊരു പരിശുദ്ധി ഇല്ലാന്നേ. എനിക്ക് വല്ല പരിശുദ്ധി ഉണ്ടോ? അതിനാ നബി ചൊല്ലുമ്പോ അതിന്റെ ബോധ്യം എത്ര നിങ്ങൾ മനസ്സിലാക്കണം. ഇന്നീ കുൻതു മിനൽ ളാലിമീൻ, ഞാൻ അക്രമികളിൽ പെട്ടുപോയി. ഇത് ചൊല്ലിയപ്പോ അല്ലാഹു തആല മത്സ്യത്തോട് പറഞ്ഞു, യൂനുസിനെ കരയിൽ കൊണ്ടുവന്ന് കക്കിയിടണം. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് തങ്ങൾ പറയുന്നുണ്ട്, പരിശുദ്ധ ഖുർആനിൽ തന്നെ കാണാം, യൂനുസ് എങ്ങാനും ഈ തസ്ബീഹ് ചൊല്ലിയില്ലായിരുന്നെങ്കിൽ ഖിയാമത്ത് നാൾ വരെ എവിടെ കിടന്നേനെ? അള്ളാഹു രക്ഷിച്ചു. പുറത്തു വരുമ്പോഴത്തേക്കും വഹുവ സഖീം, ഞാൻ ആയത്തോതുന്നില്ല സമയം വൈകിയതുകൊണ്ടാണ്. വഹുവ സഖീം, അവിടുന്ന് ആകെ ക്ഷീണിതനാണ്. അള്ളാഹു താല അവിടെ ഒരു മരം ഇങ്ങനെ മുളപ്പിച്ചു. ഏത് മരായിരുന്നു അത്? ചൊരക്ക അല്ലേ? അത് കഴിച്ചു. നല്ല സുസ്മേരവദനായി എഴുന്നേറ്റ് സ്വന്തം നാട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ എന്താ, അവിടെ മുഴുവൻ ആളുകളും ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. നിന്റെ ഇടപെടലൊന്നും വേണ്ട, എനിക്കറിയാം അവിടെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ. ഭയങ്കര സന്തോഷം. നബിയുല്ലാഹി യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാം. എന്താ അവിടെ സംഭവിച്ചത്? ആ ഇന്നമായി റബ്ബി എന്ന് പുറത്തോട്ട് പോയതാണ്. ഇച്ചിരി നേരം നീ കൂടെ ഉണ്ടല്ലോ അല്ലാ, നീ ഇനി എന്തു പറഞ്ഞാലും, നീ ഇവിടെ നിൽക്കാൻ പറഞ്ഞതാണ് എന്നോട്. ഇനി അത് ഓട്ടയുള്ള ബക്കറ്റിൽ വെള്ളം കോരി ഒഴിക്കാൻ പറഞ്ഞതാണെങ്കിലും ഞാൻ ഒഴിക്കും, ഞാനിവിടെ നിൽക്കും. ആരും അനുസരിച്ചില്ലെങ്കിലും സാരല്ല, എന്നോട് ഇത് പറഞ്ഞതാരാ? അല്ലാ, ഞാൻ പോവില്ല, എന്നോട് പറഞ്ഞതാരാ? അല്ലാഹു റബ്ബുൽ ആലമീൻ. കണ്ടോ? അതായത് നമ്മെ സംബന്ധിച്ച് ഇതൊരു കുറ്റാണ്. ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് എല്ലാ വെള്ളിയാഴ്ചയും പ്രസംഗിക്കുന്നുണ്ട്, അതുപോലെ തന്നെ രാത്രി തഫ്സീർ എടുക്കുന്നുണ്ട്. ഒറ്റ കുഞ്ഞ് നന്നാവണില്ലെങ്കിൽ കമ്മിറ്റിക്കാരും അനുസരിക്കണില്ല, നാട്ടുകാരും അനുസരിക്കണില്ല. മടുത്ത് ഇട്ടുകൊണ്ട് പോണത് വലിയ തെറ്റാണോ? അല്ല.
നബിമാരെ സംബന്ധിച്ച് അങ്ങനെയല്ല. അള്ള ഏൽപ്പിച്ചതാണ്. അള്ള എന്താണ് ഏൽപ്പിച്ചത് അങ്ങനെ തന്നെ. അവിടെ സ്വന്തം ഡിസിഷന് വല്ല പവറുണ്ടോ? ഇല്ല. അള്ളാഹുവിലേക്ക് അത് അള്ള അത്രമേൽ ഇഷ്ടപ്പെടുന്നവരാണ് അള്ളാഹുവിന്റെ അമ്പിയാക്കൾ. അതുകൊണ്ട് തന്നെ ഹസനാത്തുൽ അബ്റാരി സയ്യിആത്തുൽ മുഖറബീൻ, നമ്മൾ മനസ്സിലാക്കുന്ന ചില നന്മകള് അള്ളാഹുവിലേക്ക് അടുത്തവർക്ക് ഭയങ്കര തെറ്റാണ്. നമ്മൾ ചില നന്മകളായി മനസ്സിലാക്കുന്ന സംഗതികള് അള്ളാഹുവിനോട് അത്രമേൽ അടുത്തവർക്ക് അത് ഭയങ്കര തെറ്റാണ്. അത് സ്നേഹബന്ധത്തിലൂടെ മനസ്സിലാവുള്ളൂ. ഇപ്പോ കെട്ടിയൻ പറഞ്ഞെടി ഒരു കാര്യം ചെയ്യ്, ഞാൻ വന്നിട്ട് ഭക്ഷണം കഴിക്കാട്ടോ, ഞാൻ വന്നിട്ട് ഭക്ഷണം കഴിക്കാം. അവൻ വന്നു, ഇച്ചിരി വൈകിപ്പോയി, വന്നപ്പോ തന്നെ അവൻ ചോദിക്കുന്നത് നമുക്ക് എന്നാ കഴിച്ചാലോ? ഞാൻ കഴിച്ചു, നീ ക്യാക കഴിച്ചോ? ഉമ്മായും പെങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഉമ്മ കഴിച്ചായിരുന്നോ? ഉമ്മ കഴിച്ചു. ഞാൻ കഴിച്ചടാ. പെങ്ങൾ ഞാൻ കഴിച്ചു ക്യാക്ക. അത് വല്ല പ്രശ്നം ഉണ്ടാക്കോ? അവന് ഉണ്ടാക്കോ? ഇല്ല. തെറ്റല്ല. അവള് ഭക്ഷണം കഴിക്കുന്നത് തെറ്റാണോ? അവൾക്ക് വയസ്സപ്പോൾ കഴിച്ചു, തെറ്റാണോ? തെറ്റല്ല. പക്ഷേ ആർക്കു വേണ്ടി കാത്തിരുന്നില്ല? ആർക്കു വേണ്ടി ഇരുന്നില്ല? എന്തേ? അവൻ അത്രമേൽ ഇഷ്ടപ്പെട്ടു. എന്തോ ഒരു രഹസ്യം, ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവൻ അങ്ങനെ ഇരിക്കാൻ പറഞ്ഞത്. പക്ഷെ അവന്റെ വാക്കിനെ പരിഗണിച്ചില്ല എന്നുള്ളൊരു ഒരു ഇഷ്ടക്കേട് അവിടെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് സ്നേഹത്തിന്റെ, അതിതീവ്ര സ്നേഹത്തിന്റെ അടയാളാണ്, അല്ലേ? ഇപ്പോ ഭർത്താവ് ഇങ്ങനെ വീട്ടിലേക്ക് വരുന്ന സമയം അവള് എന്തോ തിരക്കിൽ പെട്ട് സാധനങ്ങളൊക്കെ ഇങ്ങനെ തുണി മടക്കി വെക്കാണെന്ന് വിചാരിക്കാം. തുണി മടക്കണതിന്റെ ഇടയിലാണ് കെട്ടിയോ വന്നത്. വിളിച്ച്, എടീ ഇവിടെ ഉണ്ട്, കയറിപ്പോര്. തെറ്റാണോ? അത് തെറ്റാണോ? ഇല്ല. പക്ഷെ അവൻ ആഗ്രഹിച്ചൊരു സംഗതി ഉണ്ട്. അതെന്തുട്ടാ? അസ്സലാമു അലൈക്കും ക്യാക്ക, ഇങ്ങോട്ട് കേറി വാന്നേ, ആ സാധനം ഇങ്ങോട്ട് തന്നേ. ഇതാണ് ആരാഗ്രഹിച്ചത്. എന്തേ? അവര് തമ്മിൽ ഭയങ്കര പ്രണയമുണ്ട്. പക്ഷെ അവളെന്ത് ചെയ്തു? ആ ഇന്നമഈ റബ്ബി എന്നുള്ള, അല്ലെങ്കിൽ എന്റെ കൂടെ എന്റെ കാക്ക എന്നുള്ള ബോധ്യത്തിൽ നിന്ന് ഇച്ചിരി നേരം അങ്ങോട്ട് മാറിയപ്പോ അവന് ഇഷ്ടായോ? പിന്നെ അന്നത്തെ രാത്രി എന്തൊക്കെയാണ് പഴയത് 10-20 കൊല്ലം മുമ്പ് അവൾ ചെയ്ത കാര്യം വരെ അതിൽ നമുക്ക് ഓർമ്മ വരും. കാരണം എന്താ? ഞാൻ ഇഷ്ടപ്പെടുന്ന സംഗതി അവൾ ചെയ്തില്ലല്ലോ. തെറ്റാണോ? അത് തെറ്റല്ല. അപ്പൊ അത്രമേൽ നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ അമ്പിയാക്കൾ ചെയ്തെന്ന് ഒരിക്കലും പറയാൻ പാടില്ല. കാരണം അവർ ഇസ്മത്തുള്ളവരാണ്, അവർ മഅ്സൂമുകളാണ്, ഒരിക്കലും പാപം ചെയ്യൂല. പിന്നെ ഈ തെറ്റ് എന്ന് പറയുന്നത് അത് അത്രമേൽ അള്ളാഹുവുമായി അടുത്ത് നിൽക്കുന്നവർക്ക് സംഭവിക്കുന്ന, നമ്മുടെ നോട്ടത്തിൽ നന്മയാകുന്ന ചില സംഗതികൾ അവരുടെ ഭാഷയിൽ അത് തെറ്റാണ്. ആ പറഞ്ഞതാണ്. അല്ലാതെ നമ്മൾ ചെയ്യുന്നത് പോലെ ഒരു തെറ്റും അമ്പിയാക്കൾ ചെയ്യൂല. പറഞ്ഞെങ്കിൽ മനസ്സിലാവുന്നുണ്ടോ? മഹാനായ നബിയുല്ലാഹി യൂസുഫ്, ആ ഇന്നമഈ റബ്ബി ഒറ്റ നിമിഷം മാറിയുന്നത് കൊണ്ട് 7 കൊല്ലം കൂടുതൽ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ആർക്ക്? നബിയുല്ലാഹി യൂസുഫ് അലൈഹി സ്വലാമിന്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ജയിലിലിട്ടു. എന്തിനാ? സുലൈഹ ബീവിയെ കയറി പിടിക്കാൻ നോക്കിയെന്നുള്ള വ്യാജ ആരോപണത്തിന്റെ പേരിലാണ്. സുലൈഹ ബീവി കയറി പിടിച്ചില്ല, പക്ഷെ കള്ളക്കേസ് ഉണ്ടാക്കി. അങ്ങനെ അങ്ങോട്ട് വിട്ടാൻ പറ്റൂല്ലോ എന്നാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തഫ്സീർ എഴുതുന്നുണ്ട്. ആ സംഭവത്തിൽ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തല മുണ്ടനം ചെയ്തിട്ട് കഴുതപ്പുറത്തിരുത്തി നാട്ടുകാരുടെ മുമ്പിൽ വ്യഭിചാരി എന്ന് വിളിച്ചുകൊണ്ട് ആകെ നാണക്കേടാക്കിയെന്നാണ്. ഇബ്നു അബ്ബാസ് കരഞ്ഞുപോയി എന്നവരെ കാണാം ഈ ചരിത്രം പറയുമ്പോഴേ. അള്ളാന്റെ ഒരു നബിയല്ലേ, അല്ലേ? മഹാനായ സയ്യിദുനാ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെ ജയിലിലാക്കിയപ്പോ അവിടെ 2 മനുഷ്യന്മാർ കൂടെ ഉണ്ടായിരുന്നു, 2 യുവാക്കൾ ഉണ്ടായിരുന്നു. സൂറത്ത് യൂസുഫിൽ നിങ്ങൾക്ക് ഇത് കാണാം. നേരത്തെ പറഞ്ഞ ചരിത്രം സൂറത്ത് സ്വാഫാത്തിൽ കാണാം. അപ്പോ 2 ചെറുപ്പക്കാരവിടെ ഉണ്ട്, ജയിൽ ശിക്ഷ അനുഭവിക്കണവര്. ഒരാള്, 2 പേരും വലിയ ഉദ്യോഗസ്ഥരാട്ടോ. ഒരാൾ രാജാവിന്റെ ഭക്ഷണപ്പുരയിലെ ഹെഡാണ്, മറ്റൊരാൾ രാജാവിന് വീഞ്ഞൊഴിച്ചു കൊടുക്കുന്ന ആളാണ്. എന്താ കുറ്റം ചെയ്തത്? രാജാവിനെ ഭക്ഷണത്തിൽ വിഷം കലർത്തി കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ളതാണ് കുറ്റം. 2 പേരും ജയിലിലാണ്. അങ്ങനെ ഇരിക്കെ 2 പേരും ഒരു സ്വപ്നം കാണുന്നുണ്ട്. 2 പേരും സ്വപ്നം കണ്ടു. സ്വപ്നം കണ്ടപ്പോ സ്വപ്നവ്യാഖ്യാനം അറിയുന്ന മഹാനായ യൂസുഫ് നബിയുടെ അടുക്കലേക്ക് ഇവർ ഓടി വരികയാണ്. ഖാല അഹദുഹുമ, ആദ്യത്തെ ആള് പറഞ്ഞു, ഞാനൊരു സ്വപ്നം കണ്ടു. എന്താ കണ്ടെന്ന് വെച്ചാല്, ഞാനിങ്ങനെ വീഞ്ഞിന് വേണ്ടിയിട്ട് ഈ പഴങ്ങൾ പിഴുതെടുക്കുന്നതാണ് ഞാൻ കണ്ടത്. രണ്ടാമത്തെ ആള് പറഞ്ഞു, ഞാനിങ്ങനെ തലയിൽ റൊട്ടിയൊക്കെ ചുമന്നുകൊണ്ട് പോകുന്നുണ്ട്, കഴുകന്മാര് വന്ന റൊട്ടി ഇങ്ങനെ ഭക്ഷിക്കുന്നുണ്ട്. എന്താ അതിന്റെ അർത്ഥം? ആദ്യത്തെ ആളോട് യൂനുസ് നബി പറഞ്ഞു, നിങ്ങൾ ഉടൻ തന്നെ ജയിലിൽ നിന്ന് മോചിതനാകും. രണ്ടാമത്തെ ആളോട് പറഞ്ഞു, നിങ്ങൾ ക്രൂശിക്കപ്പെടും, നിങ്ങളുടെ മാംസം മുഴുവൻ കഴുകന്മാര് കൊത്തിക്കൊണ്ടുപോകും. ഉടനെ ആൾ പറഞ്ഞു, ഞാനങ്ങനെ സ്വപ്നമൊന്നും കണ്ടിട്ടില്ല. അങ്ങനെയല്ലേ, ഞാനങ്ങനെ. ചില ആൾക്കാരുണ്ട് ഈ മറ്റേ സ്വത്തിന്റെ മസയിലേക്ക് ചോദിച്ചുകൊണ്ട് വരും. അപ്പൊ മൂപ്പരിക്ക് ഉദ്ദേശിച്ചത് കിട്ടുന്നുണ്ടാവില്ല, ഇത്തിരി കൂടുതൽ അപ്പുറത്ത് കൊടുക്കണമെന്ന് പറയുമ്പോൾ, ഞാൻ ഉസ്താദിനോട് പറഞ്ഞിട്ടില്ല, ഉസ്താദൊന്നും എന്നോടും പറഞ്ഞിട്ടില്ല, നമ്മളൊന്നും കേട്ടിട്ടില്ല. ഇതുപോലെ അയാൾ പറയും, ഞാനൊരു സ്വപ്നം കണ്ടിട്ടില്ലേ? നബിയുല്ലാഹി യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല,
ഇത് അള്ളാന്റെ ഖള ആണ്. ആരുടെ ഖള ആണ്? അള്ളാന്റെ ഖള ആണ്. അങ്ങനെ വിഷയം അതല്ല. രക്ഷപ്പെടാൻ പോകുന്ന ആളോട് പതിയെ യൂസുഫ് നബി വിളിച്ചിട്ട് പറഞ്ഞേ, നിങ്ങള് സംഗതി രക്ഷപ്പെടും. പുറത്തിറങ്ങുമ്പോ രാജാവിന് വീഞ്ഞൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോഴേ പതിയെ ഒന്ന് ചെവിയിൽ പറയണം, ഇങ്ങനെ ഒരു യൂസു എന്ന് പറയുന്ന ഒരു പാവപ്പെട്ടവൻ ഇതിൻ്റെ അകത്തുണ്ട്, തെറ്റൊന്നും ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, ഒന്ന് എനിക്ക് വേണ്ടിയിട്ടൊരു ഒന്നൊരു റെക്കമെൻഡ് ചെയ്യണം, ഒന്ന് റെക്കമെൻഡ് ചെയ്യണം. അത്രേ പറഞ്ഞുള്ളൂ. ഇത് ആർക്കിഷ്ടായില്ല? ആർക്കിഷ്ടായില്ല? അള്ളാഹുവിന് ഇഷ്ടായില്ല. ഇല്ലേ? ഉസ്കുർനി ഇൻദ റബ്ബിക്, നിന്റെ യജമാനനോട് എന്റെ കാര്യം ഒന്ന് പറഞ്ഞാൽ മതി എന്നാണ്. പക്ഷെ ഇയാൾ അങ്ങോട്ട് ചെന്നു, ഫഅൻസാഹു ശൈത്വാൻ, പിശാച് അക്കാര്യം ഈ മനുഷ്യനെ മറപ്പിച്ചു കളഞ്ഞു. അയാൾ മറന്നുപോയി, രാജാവിനോട് ഈ കാര്യം പറയാൻ മറന്നുപോയി. പിന്നെ ഒരു എക്സ്ട്രാ 7 കൊല്ലം കൂടെ എവിടെ കിടക്കേണ്ടി വന്നു? എവിടെ കിടക്കേണ്ടി വന്നു? എന്താ അള്ളാന്റെ ചോദ്യം? അള്ളാഹു റബ്ബുൽ ആലമീൻ മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം, അതായത് സബബിലേക്ക് ആശ്രയിച്ചു പോയി. മുസബ്ബിബുൽ അസ്ബാബായ അള്ളാഹുവിനെ വിട്ടിട്ട് എവിടെ എഴുത്തിമാതി ചെയ്തു? സബബിൽ. കാരണം നബിയാണ്, നമ്മളെ പോലെയല്ല. പടച്ചോനെ ഒന്ന് മോചിപ്പിക്കുന്ന പറഞ്ഞാൽ അള്ളാഹു തആല അവിടെ വഴിയൊരുക്കും, അല്ലേ? അപ്പൊ ഒരു ഊടുവഴി ഉണ്ട്. നമ്മളെ സംബന്ധിച്ച് തെറ്റാണോ? അത് തെറ്റാണോ? അങ്ങനെ ഒരു ശുപാർശ നമ്മളിപ്പോ ഗവൺമെന്റ് ഓഫീസിൽ എത്ര ശുപാർശ നടത്തുന്നുണ്ട്? തെറ്റാണോ? തെറ്റ്. ഇത് ഞാൻ പറഞ്ഞില്ല, ഇത് നമ്മുടെ കണ്ടുകൊണ്ട് നോക്കിയാൽ മനസ്സിലാവൂല. ഇത് അള്ളാഹുവിന് അത്രമേൽ പ്രണയിക്കുന്ന പ്രവാചകൻ, അള്ളാഹിനോട് അത്ര അടുത്ത് നിൽക്കുന്ന ഒരു മനുഷ്യൻ, ഞാനിവിടെ ഉണ്ടായിട്ട് റെക്കമെൻഡേഷന് പോയേക്കാണ്. ഞാനിവിടെ ഉണ്ടായിട്ട് റെക്കമെൻഡേഷന് പോയേക്കാണ്. സൈക്കോ. നിങ്ങളോട് സ്നേഹമുള്ള കെട്ടിയോള്, ഇക്കാക്ക അതെ എൻ്റെ ബർത്ത്ഡേ ആണ്, അപ്പൊ എനിക്കൊരു ഡ്രസ്സൊക്കെ മേടിക്കണം എന്ന് നിങ്ങളോട് പറയണേന് ഒരു അപ്പുറത്തെ വീട്ടിൽ ഇക്കാനോട് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടാവോ? അപ്പുറം തെറ്റല്ല, ഇച്ചിരി കടം തന്നെ, ഒരു 1000 രൂപ കടം തന്നെ, എൻ്റെ ഡ്രസ്സൊന്നും മേടിക്കാനാണ് ഇങ്ങനെ. സംഗതി തെറ്റാണോ അത്? കടം മേടിക്കല് തെറ്റൊന്നുമല്ല. പക്ഷെ നിങ്ങളുടെ മനസ്സിലെന്താ? എടി ഞാനുണ്ടായിട്ട് നീ പോയ എന്തിനാടി? നീ എന്തിനാ പോയത്? ഞാൻ ഉണ്ടായില്ലേ? സംഗതി തെറ്റാണോ? അത് തെറ്റാണോ? തെറ്റൊന്നുമില്ല. അത് അത്രമേൽ അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ ജിബ്രീൽ അലൈഹി സ്വലാം വരുന്നുണ്ട്. സയ്യിദുനാ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങളെ 1-2 കാര്യങ്ങൾക്ക് എനിക്ക് ഉത്തരം തരണം. നിങ്ങളുടെ സഹോദരങ്ങൾ, നിങ്ങളുടെ ചേട്ടന്മാര് നിങ്ങളെ കൊണ്ടുപോയി ഒറ്റക്കാക്കിയിട്ട് പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞപ്പോ രക്ഷിച്ചതാരാ? അല്ലാഹ്. ആരോരും ഇല്ലാത്ത പൊട്ടക്കിണറ്റിൽ നിന്ന് നിങ്ങളെ ഉയർത്തിക്കൊണ്ടുവന്നതാരാ? അല്ലാഹ്. എന്തേ? ജയിലിൽ നിന്ന് പൊക്കിക്കൊണ്ടിരൂലേ? അത് മാത്രം അല്ലാഹ്ക്ക് പറ്റൂലേ? എന്തേ? സയ്യിദുനാ ജിബ്രീൽ. ഇത്ര ഉണ്ടായുള്ളൂടെ. അപ്പോ ഇന്നമഈ റബ്ബി എന്നുള്ള ബോധ്യമുള്ള ഒരു മനുഷ്യൻ, ആ ബോധ്യത്തിൽ നിന്ന് അല്പം തെറ്റിയപ്പോൾ അള്ളാഹ്ക്ക് ഇഷ്ടാവൂല. ഉടനെ അള്ളാഹു പണി തരും. 8ന്റെ പണി തരും. 7 കൊല്ലം എക്സ്ട്രാ കിടക്കേണ്ടി വന്നു. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് തങ്ങൾ പറയുന്നുണ്ട്, ലൗലം യഖുൽ യൂസുഫ് അൽ കലിമത്തല്ലത്തി ഖാൽ, യൂസുഫ് നബി എങ്ങാനും ഈ പറഞ്ഞ വാക്ക് പറയാതിരുന്നുവെങ്കിൽ അപ്പൊ തന്നെ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടേനെ. പക്ഷെ 7 കൊല്ലം കിടക്കേണ്ട 8ന്റെ പണി ആര് കൊടുത്തു? അല്ലാഹു കൊടുത്തു. ഖൽബിൽ ഹസ്ബി അല്ലാഹ്. അതാണ് നമ്മൾ ഹസ്ബി അല്ലാഹ് പറഞ്ഞിട്ടും ഫലിക്കാത്തത്. നമ്മൾ ഇന്നമായി റബ്ബി പറഞ്ഞിട്ടും ഫലിക്കാത്തത് എന്തുകൊണ്ടാ? ഈ ബോധ്യത്തിലേക്ക് നമ്മളിങ്ങനെ ഹസ്ബിമാല വെച്ചിട്ട് വെറുതെ 33 ഹസ്ബി അല്ലാഹ് വെറുതെ പറഞ്ഞുകൊണ്ട് ഒരു കാര്യമില്ല. നിസ്കാരം കഴിഞ്ഞിട്ട് 33 സുബ്ഹാനല്ലാഹ് എന്ത് കാര്യമുണ്ട് നമ്മൾ ചൊല്ലിയിട്ട്? നമുക്ക് ഇന്നുവരെ അതിന്റെ ഫലം കിട്ടണില്ല. കാരണം എന്താ? നമ്മൾ ആ ബോധ്യത്തിൽ ഒരൊറ്റ സുബ്ഹാനല്ലാഹ് പോലും ചൊല്ലിയിട്ടില്ല, ഒരൊറ്റ സുബ്ഹാനല്ലാഹ് പറഞ്ഞിട്ടില്ല, ഒരൊറ്റ അല്ലാഹു അക്ബർ പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാവുന്നത്? അല്ലേ? ആണോ? അല്ലേ? അപ്പൊ നമ്മള് പടപ്പുകളെ, സ്ഥാനമാനങ്ങളെ, സമ്പത്തിനെ ഇലാഹാക്കിയാൽ നമ്മുടെ കൽബിൽ ഒരു നിമിഷം എൻ്റെ കയ്യിൽ പൈസ ഉണ്ട്, ഞാൻ ശരിയാവും, ആ സംഗതി വന്നുപോയാൽ തീർന്നു. അല്ലെങ്കിൽ ഞാൻ പ്രസിഡന്റാണ്, പഞ്ചായത്ത് പ്രസിഡന്റാണ്. എടാ നീ ഒന്നുമല്ല. നീ ആരല്ല? ഒന്നുമല്ല. ആ ഒരു ചിന്ത അള്ളാഹുവിൽ നിന്ന് മാറി എന്നിലേക്ക് ഞാൻ വലുതാണ്, അന അക്ബർ. അള്ളാഹു അക്ബറിന് പകരം അന അക്ബർ വന്നാ പോയി. അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കേണ്ടതിന് പകരം സമ്പത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താൽ പോയി. അപ്പൊ നമ്മൾ മനുഷ്യന്മാരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമുക്ക് ഇടപാട് വേണം. ഏത് ബോധ്യത്തിൽ? അള്ളാഹ് കൂടെ ഉണ്ട് എന്നുള്ള ബോധ്യത്തിൽ. അതിൽ നിന്ന് മാറുമ്പോഴാണ് ഈ പ്രശ്നം. പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഹസ്ബി അല്ലാഹ് എപ്പോഴും ഉണ്ടാകണം എന്നുള്ള മഹാനായ സയ്യിദുനാ സുലൈമാൻ ഇവിടെ പ്രത്യേകത എന്താ? പരവതാനിയൊക്കെ ഉണ്ടായിരുന്നു. പരവതാനി കാറ്റിൽ വെച്ചിട്ട് അവിടത്തേക്ക് പറന്നു പോകാനുള്ള മോചിസത്ത് അല്ലാഹ് കൊടുത്തിട്ടുണ്ട്.
ഒറ്റ രാത്രി കൊണ്ട് 2 മാസത്തെ വഴിദൂരമൊക്കെ സഞ്ചരിക്കുമായിരുന്നു സയ്യിദുന നബിയുല്ലാഹി സുലൈമാൻ. അപ്പൊ ഒരു ദിവസം ഇങ്ങനെ സഞ്ചരിക്കുമ്പോഴേ മൂപ്പരിങ്ങനെ ഡ്രസ്സിലേക്കൊക്കെ നോക്കി. ഒരു ഒജുബ് വന്നു. അഹങ്കാരമല്ല, ഒരു ഉൾനാട്ടില്ല, തരക്കേടില്ല, ഞാൻ തരക്കേടില്ല എന്നുള്ള സംഗതി വരുമല്ലോ. കുഴപ്പമൊന്നുമില്ല. പെട്ടെന്ന് സ്പീഡ് കുറഞ്ഞതുപോലെ പരവതാനിയൊക്കെ താഴത്തേക്ക് വന്നു. ഇപ്പൊ സുലൈമാൻ നബി ചോദിക്കുന്നുണ്ട്, ലിമ ഫഅൽതി വലം അമുർക്ക്, ഞാൻ പറഞ്ഞില്ലല്ലോ എന്നോട് നിൽക്കാൻ, പിന്നെ എന്തിനാ നിന്നത്? ഇന്നമാ നുതീഉക ഇദാ അത്അത അല്ലാഹ റബ്ബൽ ആലമീൻ, നിങ്ങൾ പടച്ചോന് വഴിപ്പെട്ടാലേ ഞങ്ങൾ നിങ്ങൾക്ക് വഴിപ്പെടുള്ളൂ. ആനങ്ങൂൽ ഞങ്ങളോട് തന്നത് ആര്? കാറ്റ് പറഞ്ഞു. നിങ്ങൾ ആദ്യം പടച്ചോന് വഴിപ്പെടുക, എന്നാ ഞങ്ങൾ നിങ്ങൾക്ക് വഴിപ്പെടാന്ന്. നിങ്ങളുടെ മനസ്സിൽ നിന്ന് അള്ള പോയിട്ട് ഞാൻ വന്നില്ലേ? ഇച്ചിരി നേരമാണെങ്കിലും നിങ്ങളുടെ മനസ്സിൽ നിന്ന് ആര് പോയി? അള്ള പോയിട്ട് ഞാൻ വന്നില്ലേ? നീക്കൂല. അള്ള അൽബിലോട്ട് വരട്ടെ, ഞങ്ങൾ കൂടെ വരും. അള്ള പോയാൽ ഞങ്ങളും പോകും. നബിയുല്ലാഹി സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം എത്ര മനോഹരാണ് അല്ലേ? അപ്പൊ അള്ളാഹുവിനെ മറക്കുന്നൊരവസ്ഥ മുത്തഖിക്ക് ഉണ്ടാവൂല. അവന്റെ കൽബിൽ എന്ത് ചിന്തിച്ചാലും അതൊക്കെ ആരുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. ഒരു സംഭവം കൂടെ പറഞ്ഞോട്ടെ. ഔഹല്ലാഹു ഇലാ യഅഖൂബ്, യഅഖൂബ് നബിയിലേക്ക് അള്ളാഹു വഹി ഇറക്കി. അതായത് യഅഖൂബ് നബിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കുട്ടിയായിരുന്നു ആര്? യൂസുഫ് നബി. പക്ഷെ യൂസുഫ് നബിയെ താലോലിക്കാൻ അള്ളാഹ് സമയം കൊടുത്തോ? എന്തേ? യൂസുഫ് നബിയെ ചേട്ടന്മാര് കൊണ്ടുപോയി പൊട്ടക്കിണറ്റിൽ എറിഞ്ഞു. അവിടുന്ന് ജിബ്രീൽ അലൈഹി സ്വലാം വന്ന് പൊക്കിയെടുത്തു. പിന്നെ കണ്ടിട്ടുണ്ടോ? പിന്നെ കണ്ടതെപ്പോഴാ? യൂസുഫ് നബി വലുതായി മിസ്റിന്റെ അധികാരിയൊക്കെ ആയപ്പോഴാണ്, അവിടുത്തെ മന്ത്രിയൊക്കെ ആയപ്പോഴാണ് കാണുന്നത്. അപ്പൊ താലോലിക്കാനും ഓമനിക്കാനും ആർക്ക് സമയം കിട്ടിയില്ല? യാക്കൂബ് നബിക്ക് സമയം കിട്ടിയില്ല. അപ്പൊ യാക്കൂബ് നബിയോട് അള്ളാഹ് ചോദിക്കുന്നുണ്ട്, ഞാൻ എന്താ നിങ്ങളെ വേർപിരിച്ചതെന്നറിയോ? അറിയാൻ പാടില്ല പഠിച്ചോനെ. എന്നാ യാക്കൂബേ, ലിഖൗലിക ലിഇഖ്വതി, നിങ്ങള് യൂസുഫിന്റെ സഹോദരന്മാരോട് പറഞ്ഞൊരു വർത്താനം ഉണ്ടല്ലോ, ആ വർത്താനം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പിരിച്ചത്. എന്തായിരുന്നു വർത്താനം? അഖാഫു അൻ യഅകുലഹു അദ്ദിഅബു വഅൻതും അൻഹു ഗാഫിലൂൻ. ഖുർആൻ പറയുന്നുണ്ട്, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഈ സഹോദരന്മാരിങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്, കളിക്കാൻ എന്നും പറഞ്ഞാൽ കൊണ്ടുപോകുന്നത്. പക്ഷെ അള്ളാഹ്ക്ക് രക്ഷിക്കാൻ പറ്റൂലേ? യൂസുഫ് നബിയെ കൂടുതൽ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താ? യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ നുബുവത്തിന്റെ പ്രകാശം യൂസുഫിൽ കണ്ടിരുന്നു എന്നാണ്. അതുകൊണ്ടാണ് അത്രമേൽ ഇഷ്ടം കൂടുതലുണ്ടായത്. ആ നുബുവത്തിന്റെ പ്രകാശം ആർക്ക് കാണാൻ പറ്റി? നബിയായിരുന്ന യാക്കൂബ് നബി അലൈഹി സ്വലാമിന് കാണാൻ പറ്റി. അതുകൊണ്ട് കൂടുതൽ ഇഷ്ടമായിരുന്നു. അതൊക്കെ സംഗതി ശരിയാണ്. പക്ഷേ ചേട്ടന്മാരിങ്ങനെ കൊണ്ടുപോയപ്പോ ഒറ്റ കാര്യം പറഞ്ഞു, മക്കളെ, പാപ്പാക്ക് പേടിയാണ്ടാ. യൂസുഫിനെ നിങ്ങളെങ്ങാനും അങ്ങോട്ട് മാറുമ്പോ കളിക്കാൻ പോകുമ്പോ വല്ല ചെന്നായ പിടിക്കുമെന്ന് പാപ്പാക്ക് പേടിയുണ്ട്. വഅൻതും അൻഹു ഗാഫിലൂൻ, നിങ്ങൾ അശ്രദ്ധരായി പോവും. യൂസുഫിനായിട്ട് പോണ്ട, നിങ്ങൾ അശ്രദ്ധരായി പോവും. അതെനിക്കിഷ്ടായില്ല. ഞാനെവിടെ യൂസുഫേ? ഞാനെവിടെ യാക്കൂബേ? ഞാനെവിടെ? ഞാൻ അശ്രദ്ധനാവോ? ഞാനുണ്ടായിരിക്കും എന്ത് ചെന്നായ പേടിക്കേണ്ട കാര്യമുണ്ടോ? അങ്ങനെ പറഞ്ഞത് എനിക്കിഷ്ടായില്ല. ഞാൻ അങ്ങോട്ട് 2 മാറ്റി നിർത്തി കളഞ്ഞു. അല്ലാഹു റബ്ബുൽ ആലമീൻ. അതാണ് പ്രണയബന്ധത്തിന്റെ തീവ്രതയാണത്. നമ്മുടെ കേവല ജീവിതത്തിൽ നിന്നുകൊണ്ട് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ മുത്തുമൈനയിലേക്ക് വാ എന്ന് പറഞ്ഞ് വിളിക്കണത്. അതുപോലെയൊക്കെ ഒരു ബന്ധം അള്ളാഹുമായിട്ടുണ്ടെങ്കിൽ എന്ത് രസമായിരിക്കും. അതൊക്കെ ആസ്വദിക്കണ്ടേ? അതാണ് സിറാത്തുൽ ലദീന. ആ വഴി നടന്നാലേ അതൊക്കെ ആസ്വദിക്കാൻ പറ്റുള്ളൂ. അള്ളാഹു നമുക്ക് ഒരു തൗഫീഖ് നൽകുമാറാകട്ടെ. എന്നിട്ട് അള്ളാഹ് പിന്നെ ചോദിക്കുന്നുണ്ട്, ലിമ റദത്ത അലൈക്, നിനക്ക് ഞാൻ പിന്നെ എന്തിനാ യൂസുഫിനെ തിരിച്ചു തന്നെന്നറിയോ? അതും അറിയാൻ പാടില്ല ഉറച്ചോനെ. സംഗതി ഇത്ര നാൾ മാറ്റി നിർത്തി, പിന്നെ തിരിച്ചു കൊടുത്തല്ലോ. തിരിച്ചെന്ന് എന്തിനാന്നറിയോ? അതും അറിയാൻ പാടില്ല. അതും നിന്റെ ഒരു വാക്ക് കാരണമാണ്. എന്തേ? കനാനിൽ ഭയങ്കര പട്ടിണി, ഭക്ഷണമൊന്നുമില്ല. മിസ്റിലെ ഖജനാവിൽ ഭക്ഷണമുണ്ട്. അപ്പൊ ഇവിടെ നിന്ന് എല്ലാവരും കൂടെ എങ്ങോട്ട് പോവാണ്? മക്കളൊക്കെ കൂടെ മിസ്റിലേക്ക് പോവാണ്. ഇത് ഇവരെ കണ്ടപ്പോൾ ആര് തിരിച്ചറിഞ്ഞു? യൂസുഫ് നബി തിരിച്ചറിഞ്ഞു. ഇവരുടെ കൂടെയുള്ള അനിയനുണ്ട്, പേരെന്താ? ബിന്യാമിൻ. ബിന്യാമിനെ അവിടെ പിടിച്ചു വെച്ചു. ഇത് യൂസുഫ് ആണെന്നൊന്നും അവർക്കറിയാൻ പാടില്ല. അപ്പൊ അവര് വീണ്ടും തിരിച്ചു വാപ്പാനോട് ചെന്ന് പറയാണ്, യാക്കൂബ് പോയ പോലെ ഏതോ മോഷണ കേസിൽ ബിന്യാമിനും പോയിട്ടുണ്ട്. ഏതാണ്ട് മോഷ്ടിച്ചിട്ടാണ് മോഷണ കേസിൽ പിടിച്ചതാണ്. ഒരു യൂസുഫ് നബി ഒരു ഹിക്മത്ത് കാണിച്ചതാണ്. യൂസുഫിനെ പോലെ തന്നെ ഒരു ഗുണമില്ലാത്ത മോനായി പോയത് അല്ലേ? കള്ളത്തരം കാണിച്ചിട്ട് ബിന്യാമിനെ പിടിച്ചിട്ടുണ്ട്. അപ്പോ ഉടനെ യാക്കൂബ് നബി പറയാൻ, അസല്ലാഹു അയ്യഅ്തിയനി ബിഹിം ജമീആ, എന്റെ റബ്ബ് എന്റെ മുഴുവൻ മക്കളെയും എനിക്ക് തിരിച്ചു തന്നേക്കാം. അതെനിക്കിഷ്ടായി. ഞാനപ്പോ മക്കളെ അങ്ങോട്ട് തിരിച്ചു തന്നു. അല്ലാഹു റബ്ബുൽ ആലമീൻ. ആദ്യം പറഞ്ഞെന്താ? ചെന്നായി പിടിക്കാൻ എനിക്ക് പേടിയാന്നാണ്. എനിക്കത് ഇഷ്ടമല്ല. ഞാനെവിടെ? പിന്നെ ഇപ്പൊ പറഞ്ഞതോ, അല്ലാ എനിക്ക് എന്റെ മുഴുവൻ മക്കളെയും തിരിച്ചു തന്നേക്കാം, അതെനിക്ക് പെരുത്തിഷ്ടായി. എന്നാ മക്കളെ പിടിച്ചോ. ഇതാണ് ഇന്ന മഅി റബ്ബി.
മനസ്സിലാവുന്നുണ്ടോ? ഇന്ന മഈ റബ്ബി. പക്ഷെ ആ ബോധ്യത്തിൽ നമ്മൾ നിൽക്കണം. നിൽക്കുമ്പോൾ കുറച്ച് കാത്തിരിക്കേണ്ടി വന്നേക്കാം. ചില ആൾക്കാരുണ്ട്, ചില കമന്റ്സ് ഒക്കെ ഇങ്ങനെ കാണാം, എന്റെ പൊന്നു ഉസ്താദ് ഞാനൊക്കെ ഹസ്ബി അല്ലാഹ് ഇല്ലാന്ന് തുടങ്ങിയിട്ട് 10-20 മാസമായി, ഇതുവരെ സംഗതി നടന്നിട്ടില്ല. ഇങ്ങനെ ചൊല്ലുക മൊയ്ലിയാക്കന്മാർ ഇങ്ങനെ ചൊല്ലിക്കോളാൻ പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ആ ബോധം വന്നാൽ തന്നെ നമ്മുടെ ചൊല്ലിന്റെ കഥ എന്താന്ന് മനസ്സിലായില്ലേ? ആർക്ക് വേണ്ടി ചൊല്ലണം? വെറുതെ ചൊല്ലിട്ടറിയില്ല, ബോധ്യത്തിൽ നിൽക്കണം. ഹസ്ബി അല്ലാഹ്, എനിക്ക് ആരുണ്ട്, അല്ലാഹ് മതിയെന്ന് വെറുതെ അങ്ങനെ അങ്ങോട്ട് പറയില്ല. എന്റെ കൂടെയുള്ള റബ്ബ്, എന്നെ അത്രമേൽ ഇഷ്ടമുള്ള റബ്ബ്, എന്നെ ഒരിക്കലും കൈവിടാത്ത റബ്ബ്, അവൻ എന്റെ കൂടെയുണ്ട്, എനിക്ക് അവൻ മതി. ഞാൻ ഇപ്പൊ കുഞ്ഞുമക്കാനോട് സഹായം ചോദിച്ചാലും എനിക്ക് ആര് മതി? അത് ഏത് ബോധ്യത്തിലാ ചോദിക്കണേ? അല്ലുണ്ട്. കുഞ്ഞോമക്ക് എനിക്ക് എന്തെങ്കിലും സൃഷ്ടിച്ചു തരണതാണോ? കുഞ്ഞോമക്ക് എനിക്ക് എന്ത് തന്നാലും, എന്റെ റസൂലുള്ള തന്നെ എനിക്ക് എന്ത് തന്നാലും അത് ആരുടേതാണ്? അള്ളാന്റേതാണ്. ഹസ്ബി അല്ലാഹ്, ഇന്ന മഈ റബ്ബി. ആ ബോധ്യം ഉണ്ടെങ്കിൽ ഒരുത്തനും മുസ്ലിങ്ങളെ തൊടാൻ പറ്റൂല, വിറപ്പിക്കാൻ പറ്റൂല. മുസ്ലിങ്ങൾക്ക് എന്താ പേടി വരാനുള്ള കാരണം? അവരുടെ കൽബിൽ നിന്ന് അല്ലാഹ് പോയി, ഹസ്ബി അല്ലാഹ് പോയി. ഞാൻ ഒന്ന് ചോദിച്ചില്ല നിങ്ങളോട്, ഇന്ത്യയിലുള്ള ഫാസിസ്റ്റുകൾ മുസ്ലിംകൾക്ക് ജനിക്കുന്ന ആൺകുട്ടികളെ കൊന്നുകളയാൻ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞോ? ഇല്ല. അത്ര വലിയ ഫാസിസ്റ്റ് ഒന്നും, ഫിറഔനെക്കാളും വലിയ ഫാസിസ്റ്റ് ഒന്നും ഇവിടെ വന്നിട്ടുണ്ടോ? ഇല്ല. അവനെ വിറപ്പിച്ചില്ലേ ഇന്ന മഈ റബ്ബി എന്നുള്ള വാക്ക്? പടച്ചോൻ കടല് രണ്ടാക്കി കൊടുത്തു മൂസാ നബിക്ക്. അന്നൊക്കെ പടച്ചോന് അത്ര കഴിവുണ്ടായിരുന്നു. ഇന്നിപ്പോ ബാറ്ററിയുടെ ഫീസൊക്കെ പറയാൻ പറ്റും അങ്ങനെ? അന്നുള്ള റബ്ബ് ഇന്നുമുണ്ട്, എന്നുമുണ്ട്. ഹയ്യുൻ ലാ യമൂത്ത്, ഒരിക്കലും മരണമില്ലാത്ത റബ്ബുൽ ആലമീനായ അല്ലാഹ്. ആ റബ്ബ് കൂടെ ഉണ്ടെന്നുള്ള ബോധ്യത്തിൽ ഹസ്ബി അല്ലാഹ് പറഞ്ഞേ. അത് പാടിക്കേ, ഹസ്ബി റബ്ബി. എന്താ അർത്ഥം? എനിക്ക് അല്ലാഹ് മതി. മാ ഫീ ഖൽബി. എന്താ അർത്ഥം? എന്റെ കൽബിൽ ആരേയുള്ളൂ? പാച്ച കള്ളല്ലേ പാടിക്കൊണ്ടിരിക്കണം, പിന്നെ എങ്ങനെ കൽബിൽ കിട്ടണത്? അല്ലേ? ഇത് നമ്മൾ വിചാരിക്കുന്നുണ്ട്, ഞാനങ്ങനെയൊക്കെ അല്ലാഹ് കാണൂല നമ്മുടെ കൽബ്. ഈ കൽബ് പടച്ച റബ്ബിന് കൽബിന്റെ ഉള്ളിലുള്ള എന്താണെന്ന് അറിയാൻ പറ്റൂലേ? അല്ലേ? ചിലപ്പോ കെട്ടിയോളെ പറ്റിക്കാൻ പറ്റൂടി, നിന്റെ മനസ്സിൽ എന്റെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂടി. പാച്ച കള്ളം പറഞ്ഞിട്ട് അവിഹിതത്തിന് പോകുന്ന എത്ര മനുഷ്യന്മാരുണ്ട്. എന്റെ കൽബിൽ അല്ലാഹ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് സമ്പത്തിനെ സ്നേഹിക്കുന്നവൻ, അള്ളാഹ്ക്ക് പകരം തന്റെ രാഷ്ട്രീയത്തെ സ്നേഹിക്കുന്നവൻ, എല്ലാത്തിനും അള്ളാഹ്ക്ക് ഒരു സ്ഥാനം കൊടുക്കാതെ മറ്റു പലതിനും കൊണ്ടുവന്ന് സ്ഥാനം കൊടുക്കുന്നവൻ അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടവനാണ്. അള്ളാഹുവിന് പകരം മറ്റ് വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവനാണ്. അവനെങ്ങനെ ഹസ്ബി അല്ലാഹ് മര്യാദക്ക് പറയാൻ പറ്റുമോ? അപ്പൊ നമുക്ക് പറ്റണം. നമ്മൾ ആ ദർജ എന്നൊക്കെ കയറി പോന്നിട്ടുണ്ട്. പറ്റൂല നമുക്ക്? അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്ന് പാടിക്കേ, ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹു ഹഖ്. അതാണ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കല്യാണം പിന്നീട് കഴിഞ്ഞു. ആരായിരുന്നു വധുവാരായിരുന്നു? സുലൈഹ ബീവി തന്നെ അല്ലേ? സംഗതി ആളെ തന്നെ കെട്ടി. പക്ഷെ കല്യാണം കഴിഞ്ഞ് കുറെ നാൾ കഴിഞ്ഞപ്പോ എന്ത് സംഭവിച്ചു? യൂസുഫ് നബി വിളിച്ചിട്ടൊന്നും ആരും വന്നില്ല, സുലൈഹ ബീവി വരുന്നില്ല. അതെ, എനിക്ക് വേറൊരാളെ ഇഷ്ടമാണ്. നിങ്ങളോട് നീ എന്നെ പ്രണയിച്ചിട്ടാണ് ഈ കോലാഹലമൊക്കെ ഉണ്ടാക്കിയത്. ഇപ്പൊ എന്നെ ഇഷ്ടമല്ല, വേറൊരാളെ ഇഷ്ടമാണെന്നോ? വന്നില്ല, വേറൊരു ഇഷ്ടം. അപ്പോ യൂസുഫ് നബി അലൈഹി സ്വലാം വിളിച്ചു. എന്താ പ്രശ്നം? എന്താ? അതെ, സംഗതി ഞാൻ ഇസ്ലാമിലേക്ക് വന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് ഭയങ്കര പ്രണയമായിരുന്നു. ഇപ്പൊ പ്രണയത്തിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഞാനിപ്പോ എന്റെ റബ്ബിനെ ഒരുപാട് പ്രണയിക്കുന്നുണ്ട്. എനിക്ക് അള്ളാഹ് കഴിഞ്ഞിട്ടുള്ളൂ. അതായിരുന്നല്ലേ കാര്യം. അള്ളാഹു ആണ് നമ്മൾ ഒരുമിപ്പിച്ചത്. അള്ളാഹു ആണ് നമ്മളോട് ബന്ധം പുലർത്താൻ പറഞ്ഞത്. നമുക്ക് സന്താനങ്ങൾ ഉണ്ടാകണം, അവരിൽ പ്രവാചകന്മാരുണ്ടാകുമെന്ന് നമ്മളോട് കൽപ്പിച്ചത് അള്ളാഹു ആണ്. അതുകൊണ്ട് അതെ, അള്ളാഹ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്നാ ഞാൻ പറയും സയ്യിദത്തുന സുലൈഖ. അള്ളാഹ് അവന്റെ ഇഷ്ടം എന്റെ ഇഷ്ടം, അവന് വേണ്ടി എല്ലാം അവന് വേണ്ടി. അങ്ങനെ ആകണ്ടേ നമുക്ക്? അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇപ്പം സംഗതി ദിക്ർ ഏതാന്ന് പിടിയിട്ടില്ലേ? ഇപ്പം മനസ്സറിഞ്ഞുകൊണ്ട് ആ ബോധ്യത്തിൽ നിന്നാൽ മതി. ഹസ്ബി അല്ലാഹ്, എനിക്ക് എൻ്റെ റബ്ബുണ്ട്. ആ ബോധ്യത്തിൽ ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നേരത്തെ നമ്മൾ റിലീഫ് പദ്ധതിയുടെ കാര്യം പറഞ്ഞു, പലരും ഹദിയ ചെയ്യുന്നുണ്ട്. അള്ളാഹു എല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. അതിൻ്റെ ബർക്കത്ത് കൊണ്ട് ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ആസ്വദിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇന്നലെ നമ്മൾ ചോദ്യം ചോദിച്ചില്ല, മിനിയാന്ന് ചോദിച്ച ചോദ്യം എന്തായിരുന്നു? അതിൻ്റെ ഉത്തരം ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? മഹാനായ ഖാജാ തങ്ങളുടെ
ഹാജത്തങ്ങൾക്ക് ഹെർക്ക ലഭിച്ചത് ഏത് ഷെയ്ഖിൽ നിന്നാണ് സ്ഥാനവസ്ത്രം ലഭിച്ചത്? അത് മഹാനായ ഉസ്മാനുൽ ഹാറൂനി എന്ന് പറയുന്ന അവിടുത്തെ ഉസ്താദിൽ നിന്നാണ് ഹെർക്ക സ്ഥാനവസ്ത്രം ലഭിച്ചിട്ടുള്ളത്. ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. സിമ്പിളായൊരു ചോദ്യമാണ് ഇന്നത്തേത്. ഹാജത്തങ്ങളുടെ എത്രാമത്തെ ഉറൂസായിരുന്നു ഈ റജബ് 6-ന്? എത്ര കൊല്ലമായി ഹാജത്തങ്ങൾ വഫാത്തായിട്ട്? കമൻറ്റ് ചെയ്യുക. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. അപ്പോൾ ഇന്നലെ നമുക്ക് മജ്ലിസ് നടത്താൻ പറ്റിയില്ല, ചില തിരക്കുകളിൽ പെട്ടുപോയി. അപ്പോൾ ഇന്ന് ഇൻഷാ അല്ലാഹ് എല്ലാവരും മജ്ലിസിനായി കാത്തിരിക്കുക, പങ്കെടുക്കുക. എല്ലാ മേഖലകളിലും ഒരുമിച്ച് റസാ വ്ളോഗ്സിനോടൊപ്പം മുന്നേറുക. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഒരുപാട് സങ്കടങ്ങളൊക്കെ പറഞ്ഞവരുണ്ട്. എന്ത് സങ്കടം നമ്മൾ തൊടാനാ? നമ്മുടെ കൂടെ ഹസ്ബി അല്ലുണ്ട്, അല്ലുണ്ട് അല്ലേ? എല്ലാ മുറാദുകളും അല്ലാഹ് ഹാസിലാക്കട്ടെ. അപ്പോൾ ഈ പാവപ്പെട്ടവരെ ചേർത്ത് പിടിച്ചവരെ അല്ലാഹ് ചേർത്ത് പിടിക്കട്ടെ. നമ്മുടെ മനസ്സിലുള്ള എല്ലാ വ്യതകളും ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ, കമൻറ്റ് ബോക്സിൽ സങ്കടം അറിയിച്ചവർ, കൽബിൽ സങ്കടം പറഞ്ഞുകൊണ്ടിരുന്നവർ എല്ലാവരെയും അല്ലാഹു ഏറ്റെടുക്കുമാറാകട്ടെ. വിശാലമായിട്ട് രാത്രിയിൽ ദ്വാരക്കാം. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.